തിരുവനന്തപുരം വർക്കലയിൽ കൗൺസിലിംഗിന് വന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച സൈക്കോളജിസ്റ്റ് അറസ്റ്റിൽ. കൊല്ലം മയ്യനാട് സ്വദേശി സന്തോഷ് സുകുമാരനാണ് അറസ്റ്റിലായത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ ആശുപത്രിയിൽ കൗൺസിലിംഗിനെത്തിയിരുന്ന പെൺകുട്ടിയാണ് പീഡനത്തിനിരയാക്കിയത്. 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ കുട്ടിയുടെ നഗ്നചിത്രങ്ങൾ എടുത്തും പ്രതിയുടെ നഗ്നചിത്രങ്ങൾ കാണിച്ചും പീഡനത്തിനിരയാക്കി. ഗോപാൽ ശില സനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ ശില സനൽ, കുറച്ചു കാലം അധികമായി ഈ പീഡനം നിന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പെൺകുട്ടി ഇപ്പോഴാണോ ഇത് തുറന്നു പറഞ്ഞത്? അതെ ഡോക്ടർ അരുൺകുമാർ, ഏറെക്കാലം ഏകദേശം 3 വർഷത്തോളം നീണ്ട ലൈംഗിക പീഡനം ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നു എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ കുട്ടി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കൗൺസിലിങ്ങിന് വിധേയമായപ്പോഴാണ് ഈ വിവരം പുറത്തറിയുന്നത്. ഇതിൽ പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ, 7ാം ക്ലാസ് മുതൽക്കേ തന്നെ ഈ കുട്ടി ഈ സൈക്കോളജിസ്റ്റായ സന്തോഷ് സുകുമാരൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി വരുന്നുണ്ട്. സാധാരണഗതിയിൽ അമ്മയുമായി എത്തുന്ന കുട്ടി അമ്മയെ പുറത്ത് നിർത്തിയ ശേഷം കുട്ടിയെ മാത്രം മുറിയിലേക്ക് പ്രവേശിപ്പിച്ച് അവിടെ വെച്ചായിരുന്നു ലൈംഗികമായി ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടി 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ കുട്ടിയുടെ നഗ്നചിത്രങ്ങൾ ചിത്രീകരിച്ചും സ്വന്തം നഗ്നചിത്രങ്ങൾ കുട്ടിയെ കാണിച്ചു കൊടുത്തുമാണ് ഇയാൾ ഇത്തരത്തിൽ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത്. പിന്നീട് ഈ നഗ്നചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി അടക്കം കുട്ടിയെ വല്ലാത്ത രീതിയിൽ ഇയാൾ ചൂഷണം ചെയ്യാൻ തുടങ്ങി. ഇതോടുകൂടി തന്നെ കുട്ടിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും രക്ഷിതാക്കൾ ഇത് ശ്രദ്ധിക്കുകയും ചെയ്തു. തുടർന്ന് മറ്റൊരു കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോഴാണ് ഇത്തരത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം ഈ കുട്ടി തുറന്നു പറയുന്നതും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കുടുംബം കടക്കുന്നതും. ഇതിനോടൊപ്പം തന്നെ ഈ കൗൺസിലിംഗ് കുട്ടി ചെല്ലാതായതോടുകൂടി തന്നെ സന്തോഷ് പലതവണ രക്ഷിതാക്കളെ വിളിച്ച് കുട്ടി എന്തുകൊണ്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നില്ല, കൗൺസിലിങ്ങിന് ഉടൻ തന്നെ കൊണ്ടുവരണം എന്നൊക്കെ ആവശ്യപ്പെട്ട് പലതവണ രക്ഷിതാക്കളെ വിളിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് വർക്കല പോലീസിൽ കുടുംബം പരാതി കൊടുക്കുകയും പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അന്വേഷണം ആരംഭിച്ചു എന്ന അറിഞ്ഞ തക്കത്തിൽ തന്നെ ഇയാൾ വർക്കലയിൽ നിന്ന് മുങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് ഒളിവിൽ താമസിക്കുന്നതിന് വേണ്ടി പോയി. തുടർന്ന് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായുള്ള ഒരു ഹോം സ്റ്റേയിൽ ഇയാൾ ഒളിവിൽ താമസിക്കുന്നതായി ഉള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് പ്രതിയെ ഈ ഹോം സ്റ്റേയിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. തുടർ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ